ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരുപക്ഷെ എമ്പുരാന് ശേഷം ഈ വർഷത്തെ കേരള ബോക്സ് ഓഫീസിൽ റിലീസായ വലിയ ഹൈപ്പ് നേടിയെടുത്ത സിനിമയാണല്ലോ കൂലി. എമ്പുരാന് ശേഷം ആദ്യ ദിവസം തന്നെ ഏറ്റവും ഉയർന്ന കേരള ഗ്രോസ് നേടിയെടുത്ത ഈ തമിഴ് ചിത്രത്തിന് ഇപ്പോഴത്തെ ആദ്യ വീക്കെൻഡിലും എമ്പുരാന് ശേഷം രണ്ടാം സ്ഥാനത്ത് ഏറ്റവും അധികം ആദ്യ വീക്കെൻഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2025 ഈ വർഷത്തിലെ ടോപ്പ് 5 ആദ്യ വീക്കെൻഡ് കേരള കളക്ഷൻ നേടിയെടുത്ത സിനിമകളെയാണ് പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് ലാലേട്ടന്റെ എമ്പുരാൻ എന്ന സിനിമയാണ്. 42,55,00,000 രൂപയായിരുന്നു സിനിമയുടെ ആദ്യ കേരള വീക്കെൻഡ് കളക്ഷൻ. ആ കളക്ഷൻ രജനികാന്തിന് എന്നല്ല അടുത്തതായിട്ട് വരുന്ന ലാലേട്ടൻ സിനിമയ്ക്ക് പോലും മറികടക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് എമ്പുരാനാണ്, രണ്ടാം സ്ഥാനത്ത് കൂലിയാണ്. 21,05,00,000 രൂപയായിരുന്നു സിനിമയുടെ ആദ്യ വീക്കെൻഡ് കേരള ഗ്രോസ്. മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്. ആദ്യ വീക്കെൻഡ് ആയിട്ട് വെറും 3 ദിവസങ്ങൾ മാത്രം ലഭ്യമായി തുടരും എന്ന സിനിമയാണത്. 20,30,00,000 രൂപയായിരുന്നു സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കേരള ഗ്രോസ്. നാലാം സ്ഥാനത്ത് ആലപ്പുഴ ചിംഖാനയാണ്. 11,84,00,000 രൂപയായിരുന്നു സിനിമയുടെ കേരള ഗ്രോസ്. നെസലൻ സിനിമയ്ക്ക് പിന്നിൽ 5ാം സ്ഥാനത്താണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമ ഇടം നേടിയെടുത്തിരിക്കുന്നത്. വലിയ ഹൈപ്പൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം കട്ട പോസിറ്റീവ് ലഭ്യമായി. പിന്നീട് ഓരോ ദിവസം കൂടുന്തോറും അഭിപ്രായങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്ന സിനിമ 8,93,00,000 രൂപ മാത്രമാണ് ആദ്യ വീക്കെൻഡിൽ കേരള ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. അപ്പോൾ ആ ബസൂക്കയെ കേരളത്തിൽ നിരാശപ്പെടുത്തിയ കൂലി എന്ന സിനിമ പോലും നിസ്സാരമായിട്ട് ആദ്യ വീക്കെൻഡിൽ മറികടന്നിരിക്കുന്നു. ആദ്യ വീക്കെൻഡ് ബസൂക്ക കളക്ഷൻ മാത്രമല്ല, ബസൂക്കയുടെ ഫൈനൽ കേരള ഗ്രോസും കൂലി ആദ്യ വീക്കെൻഡ് കളക്ഷൻ കൊണ്ട് മറികടന്നിരിക്കുന്നു എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇനി ബസൂക്കയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് വെറും കേരള കളക്ഷൻ കൊണ്ട് തന്നെ കൂലി മറികടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജയിലറിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി മമ്മൂട്ടി സിനിമകളെ മറികടന്ന് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് രജനികാന്ത് കളം നിറഞ്ഞ് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു.